ബേലൂർ മഖന ഇരുമ്പുപാലത്തിന് സമീപം ഇന്നലെ രാത്രി മാനുവയൽ കോളനിക്ക് സമീപത്തെ ജനവാസ മേഖലയിൽ ബേലൂർ മഖന നിലയുറപ്പിച്ചിരുന്നു. പിന്നീടാണ് വനത്തിലേക്ക് ഉൾവലിഞ്ഞത്. പലവല്ലിയിലും ഇരുമ്പുപാലത്തും മാനുവയലിലും ജാഗ്രത തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നലെ ജനവാസ മേഖലയ്ക്ക് അടുത്ത് സ്പോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുമ്പുപാലത്തിന് സമീപം എന്നറിയാൻ സാധിക്കുന്ന ഈ ആനയുടെ സഞ്ചാര പഥങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്നലെ രാത്രിയോടെ ഈ മാനിയവയൽ കോളനിക്ക് സമീപത്ത് ജനവാസ മേഖലയിലായിരുന്നു ഈ ബേലൂർ മഖന നിലയുറപ്പിച്ചിരുന്നത്. അത് പൂർണ്ണമായും ജനവാസ മേഖലയിലായിരുന്നു. അതിനാൽ തന്നെ ഇന്നലെ വളരെ ആശങ്കയുള്ള ഒരു രാത്രിയായിരുന്നു. ഈ സമീപത്ത് ഈ ട്രെഞ്ചുകളുണ്ട്, കുഴികളുണ്ട്. ആ കുഴികൾക്ക് സമീപമാണ് ഇന്നലെ ആന പൂർണ്ണമായി എത്തിയത്. ആ കുഴികൾ കടന്നിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ജനവാസ മേഖലയിലേക്ക് എത്താം. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമായിരുന്നു. തുടർന്ന് വനംവകുപ്പ് അധികൃതർ ആ സ്ഥലത്തേക്ക് എത്തുകയും ആനയെ തുരത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി തന്നെ ആന സഞ്ചരിക്കുകയാണ്. നമുക്കറിയാം, ഈ ആന നിലവിൽ തന്നെ 40-50 കിലോമീറ്ററുകൾ പടമലയിൽ നിന്ന് തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. അതിന് സഹായകരമാകുന്നത് കൂടെയുള്ള മോഴയാനയാണ്. ഈ കൂടെയുള്ള മോഴയാന ആ പ്രദേശത്തുള്ള മോഴയാനയാണ്. അതിനാൽ തന്നെ ആ കൂടെയുള്ള മോഴയാനയ്ക്ക് ഈ പ്രദേശങ്ങളിലെ കാട്ടിക്കുളവും പടമലയും അത്തരത്തിലുള്ള മാനിയവയലിലും പനവല്ലിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതിനാൽ തന്നെയാണ് കൂടെയുള്ള മോഴയാന വഴിതെളിക്കുന്നതോടെ ഈ ആന ഇന്നലെ രാത്രിയും ഈ മാനിയവയലിലെ കോളനിക്ക് സമീപമെത്തി. തുടർന്നായിരുന്നു ഇന്ന് തിരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ളത് ഇരുമ്പുപാലത്താണ്. ഇരുമ്പുപാലത്തെ കോളനിക്ക് സമീപത്തുള്ള ഒരു വനത്തിലാണ് നിലവിലുള്ളത്. ഇത് നമുക്ക് മുൻപ് തന്നെ അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഉൾക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. ഇപ്പോൾ ഈ ആനയുടെ സ്വഭാവം ഈ പുലർച്ചെയും രാത്രി സമയങ്ങളിലും ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ എത്തുക. മെനഞ്ഞാന്ന് ഇത്തരത്തിൽ ആന ഒരു തോട്ടത്തിന് സമീപം എത്തിയിരുന്നു. ജനവാസ മേഖലയ്ക്ക് അടുത്തുള്ള തോട്ടത്തിൽ എത്തിയിരുന്നു. അതിനിടയ്ക്കാണ് ഇന്നലെയും ഇത്തരത്തിൽ ജനവാസ മേഖലയ്ക്ക് സമീപം എത്തുന്നത്. രാവിലെ സമയങ്ങളിൽ പൂർണ്ണമായും കാട്ടിലേക്ക് സഞ്ചരിക്കുകയും രാത്രിയാകുമ്പോൾ നാട്ടിന് സമീപത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്വഭാവക്കാരനായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ബേലൂർ മോഴ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.